അപ്പോൾ ഗായ്സ് ഇന്ന് രാവിലെ തന്നെ വണ്ടി ഇന്നലെ എറണാകുളം പോയി വന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഷംസാൻഡ് എടുക്കാണ്ട് ഒരു 40 അടി അപ്പോൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്രഷർക്ക് പോവാണ്. വേറെ വണ്ടിയിലാണ് വിചാരിച്ചു, പക്ഷേ വണ്ടികളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഓരോ ഓട്ടത്തിലാണ് ഇതിലോട് കൊണ്ടുവരാതിരിച്ച്. അപ്പോൾ അതിൻ്റെ വിശേഷം കാണാം, പോയേക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പത്തനാപുരത്തേക്ക് പോവുകയാണ്. തേക്കുംചോട് ഉള്ളിലത്തെ ക്രഷറിൻ്റെ സാധനം എടുക്കേണ്ടി. പാലം കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പത്തനാപുരം കഴിഞ്ഞ് ഇങ്ങനെ തേക്കുംചോടുക്ക് കിടക്കുകയാണ്. 2 വളവ് കഴിഞ്ഞാൽ തേക്കുംചോടായി. അപ്പോൾ പോയേക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ തേക്കുംചോടിന് ക്രഷർക്കുള്ള റോഡ് കയറിയിട്ടുണ്ട്. ഈ റോഡ് ഫുള്ള് കൊണ്ടുപോയാൽ ഫോറസ്റ്റ് റോഡ് ആയതുകൊണ്ടാണ് നന്നാക്കാത്തതാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്താ അറിയില്ല സത്യാവസ്ഥ. പോയേക്കാം. രണ്ടുകളും കയറും ക്രഷറിന്. അങ്ങനത്തെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്രഷർക്ക് എത്താൻ. അങ്ങനെ പോയേക്കാം. ഇവിടൊക്കെ ആൾക്കാർ താമസമുണ്ട്, പക്ഷേ റോഡ് കൊല്ലങ്ങളോളായിട്ട് ഇങ്ങനെ തന്നെ ഫുള്ള് കൊണ്ടുപോയി. റോഡ് വളരെ ഷോക്കാണ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ പോട്ടേക്കാം. മെയിൻ ഹൈവേകളുണ്ട്. മറ്റേ നമ്മളെ മങ്കടകൾ കയറിയാൽ ആനക്കായം വരെ 10 പൈസ പോയിട്ടുള്ള റോഡ്. ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ല. അത് പിന്നെ ക്രഷർ റോഡും ഫോറസ്റ്റ് റോഡൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. വണ്ടികളൊക്കെ പോയി അവർ നേരെ ക്രഷർക്കട് കയറട്ടെ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിക്ക് തിന്നാ കുറച്ചുകൂടി പോകാനുണ്ട്. കുറച്ചധികം പോകാനുണ്ട്. റോഡ് ഫുൾ ഷോക്കാണ്. ക്രഷർക്ക് ആയിട്ടില്ല. വണ്ടി ഓഫായി. നമ്മൾ ദോസ്താണ് ലോഡില്ലാത്ത കാലി വണ്ടിയല്ല, അപ്പം കറങ്ങും ചെയ്യും വണ്ടി. അങ്ങനെ നമ്മൾ ക്രഷർക്ക് ഇങ്ങനെ കയറണം. ആ കാണുന്നത് ക്രഷർ 40 അടി എംസാൻഡ്. അത് മതി, പോയേക്കാം. കിട്ടുമോക്കാം. കിട്ടും, കിട്ടായൊന്നുമില്ല. നോക്കട്ടെ. അങ്ങനെ നമ്മൾ എംസാൻഡ് എടുക്കാൻ ബില്ലൊക്കെ കിട്ടി. വണ്ടി വെച്ചെടുക്കണം. അടച്ചുറപ്പ് അവിടെ നല്ല സേഫാക്കിയിട്ട് വെച്ചെടുക്കാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ ലോഡായി ചിലപ്പോൾ അങ്ങോട്ട് പോരലുണ്ടാവില്ല നാട്ടിലേക്ക്. നോക്കി നോക്കാം. അങ്ങനെ വണ്ടി വെച്ചെടുത്ത് എംസാൻഡ് ഇടാൻ. അങ്ങനെ എംസാൻഡ് ഇടാൻ പോകണം. അപ്പോൾ 2 ബക്കറ്റ് ഇട്ടാലും ആവുന്നു. വണ്ടി ഇപ്പോൾ ചാവട്ടോ. അതിനകത്ത് താമസമൊന്നുമില്ല. ഹ്യുണ്ടായിൻ്റെ ജെസിബിയാണ്. അപ്പം അടുത്ത ബക്കറ്റ് ഇടുകയാണ്. മൂന്നാമത്തെ ബക്കറ്റ് 2.5. അങ്ങനെ ഇപ്പോൾ ലെവലാക്കി കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒക്കെ പുറത്തേക്ക് പോകും. സൈഡ് ലെവലാക്കി പിന്നെ റഷ് ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ എംസാൻഡ് കയറ്റി ലെവലാക്കി കൊണ്ടിരിക്കുക. ലെവലാക്കിയില്ലെന്ന് വെച്ചാൽ പറയണ്ടോ, ചിലപ്പോൾ ഈ കൂടെ ഒക്കെ പുറത്തേക്ക് പോകും. അങ്ങനെ എംസാൻഡ് ലോഡാക്കി അപ്പോൾ എംസാൻഡ് കയറ്റി നേരെ സൈറ്റിൽ പോവാണ്. സൈറ്റ് നമ്മളെ ചങ്ങായിൻ്റെ സൈറ്റ് തന്നെയാണ്, എൻജിനീയറാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ഇറക്കൊക്കെ കഴിയട്ടെ,
എന്നിട്ട് എടുക്കുക. കാരണം വണ്ടികൾ തുരുത്തുരാ വരും. നോക്കി വെക്കാം. എൻ്റെ ക്രഷർ റോഡറിനൊക്കെ എന്താ വെച്ചാൽ ഹോണങ്ങ് അടിക്കണം. നിൽക്കാതല്ല, വളവത്ത് അറ്റ്ലീസ്റ്റ് അടിക്കണം. കാരണം വണ്ടികളിങ്ങനെ വരും, ലോറികളെ വരിക. ചിലപ്പോൾ അടിയിൽ നിന്ന് സ്പീഡ് കയറിയിട്ടുണ്ടാവും, ഇറങ്ങുന്നവരുണ്ടാവും. എപ്പോഴും അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എല്ലാവർക്കും അറിയണമെന്നായിക്കാരം. ഇറങ്ങുമ്പം ഹൈ ഗിയറിൽ ഇറങ്ങാൻ. ഏതാണ് വണ്ടീൻ്റെ വലിയ ഗിയർ, അതിലിറങ്ങാൻ. മാക്സിമം എല്ലാവരും ഫസ്റ്റിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇറക്കലാണ്. അങ്ങനെ തന്നെ ഇറക്കിയാൽ മതി. ഫസ്റ്റിലിട്ട് ഇങ്ങനെ മെല്ലെ ഇറക്കിയാൽ മതി. മറ്റെന്താ വെച്ചാൽ ബ്രേക്ക് കിട്ടില്ല, നമ്മൾ വണ്ടി അത്രയും ലോഡ് നിൽക്കുകയല്ലേ, അതിൻ്റെ പ്രശ്നം കൂടി ഉണ്ട്. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോയാൽ മതി. ഫസ്റ്റിലിട്ട് ബ്രേക്കും ചവിട്ടിയിട്ട് ഇങ്ങനെ പോവാം. ഈ താഴത്തെ തെറ്റ് കാണാം. വലിയ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ക്രഷറാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഓൾക്ക് വേ എത്തണം. കാരണം ഓൾക്ക് സ്കൂൾ ടൈം ആകുമ്പോഴത്തേനും എവിടെയെങ്കിലുമൊക്കെ എത്താണ്ടാവും, ക്രൗഡ് ആൾട്ടാക്കാനൊക്കെ. കുണ്ടും കൊയ്യും. ലോഡ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. വണ്ടി ചാടൽ കുറവേ കാരണം. കാലിവണ്ടി വരുമ്പോഴാണ് നല്ല കുലുക്കുണ്ടാവുക. വണ്ടികളിങ്ങ് വരണം. നമ്മളങ്ങനെ ഈ റോഡിന് നല്ല റോഡ് ഇട്ടണമെങ്കിൽ തേക്കുംചോട് ആ മെയിൻ റോഡ് ഇടവണ്ണ കൊയിലാണ്ട് ഏതൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എത്താനായിട്ട് ഇനി ഒരു 200 മീറ്ററും കൂടി ഉള്ളൂ. അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റിന് ശേഷം നമ്മൾ നല്ല റോഡ് കയറി. ഇവിടുന്ന് ലെഫ്റ്റേക്ക് എടുത്തില്ല, നേരെ വണ്ടികളിങ്ങനെ വരും. അപ്പോൾ നമ്മൾ 40 അടി എംസാൻഡ് കൊണ്ട് ഇങ്ങനെ പോവാണ്. വലിയ ലോഡൊന്നുമില്ല വണ്ടിക്ക്. അപ്പോൾ നമ്മൾ പത്തനാപുരത്തെത്തി. നേരെ പാലം കഴിഞ്ഞാൽ അരീക്കോട് പുത്തലം. അങ്ങനെ നമ്മൾ പാലത്തോട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ അരീക്കോട് കയറി. പാലം കഴിഞ്ഞ് അരീക്കോട് കയറി. ഇത് കുറച്ചുകൂടി പോകാനുണ്ട്. അങ്ങനെ അപ്പോൾ അരീക്കോട് അപ്പോൾ നമ്മൾ പുത്തലം കയറാണ്. ഇവിടുന്ന് റൈറ്റ് കയറാം നമുക്ക്. കൊണ്ടോട് റോഡ്, എയർപോർട്ട് റോഡ്. നമ്മൾ ആ കോഴിക്കോട് റോഡ് കയറി, കൊണ്ടോട്ട് റോഡ് കയറി. ഇനി കോഴിക്കോട് സ്ഥലത്താണ് സൈറ്റ് വരുന്നത്. അപ്പം കുറച്ചുകൂടി പോകേണ്ടി വിടുന്നത്. കഷ്ടിച്ചൊരു 900 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അടുത്ത ലെഫ്റ്റ്, ഇതല്ലാത്ത അടുത്ത ലെഫ്റ്റ് എടുക്കാറുണ്ട്. സൈറ്റ് എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനത്തെ ഒരു ഏരിയ കൂടെയാണ് പോകല്ലേ. ഓ സീന് അടിപൊളി, നല്ല പോയേക്കാം. ഇവിടെ സൈറ്റ് ഇതപ്പോൾ ഇറക്കി പകുതിയായി. ഒരു പകുതി കൂടി. അങ്ങനെ അപ്പോൾ നമ്മൾ എംസാൻ്റെയൊക്കെ ഇറക്കി, ഫുള്ളിറക്കി വണ്ടി നേരെ ആൾട്ടാക്കാൻ പോവാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെതാ നമ്മൾ കോഴിക്കോട്ട് നേരെ പോയി. ഇനി നേരെ മുട്ടുങ്കൽ പുത്തലത്തു നിന്ന് നേരെ അരീക്കോട്. അതാ അപ്പം നമ്മൾ പുത്തലം ഇങ്ങനെ ഇറങ്ങി പോവാണ്.